2024 നീറ്റ് എക്സാമിൽ 691 മാർക്ക് നേടി മികച്ച വിജയം കൈവരിച്ച ക്രിസ് രഞ്ജിത്തിന്റെ ഫാമിലിയോടൊപ്പമാണ് നെല്ലിക്കുന്നുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ആളും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം. സോ ക്രിസ് ഒന്ന് അമ്മേനെ പരിചയപ്പെടുത്താവോ, ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? മമ്മി ഒരു ഡെന്റിസ്റ്റ് ആണ്. പിന്നെ എൻ്റെ ഡാഡി എഞ്ചിനീയർ ആണ്. ഡാഡി ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ലിറ്റിൽ ബ്രദറും ഉണ്ട്. ബ്രദർ ഇപ്പോൾ 6th ഗ്രേഡിലാണ് നിർമ്മല മാതയിൽ പഠിക്കുന്നത്. ഈ ഒരു മാർക്ക് മോൻ എക്സ്പെക്ട് ചെയ്തിരുന്നോ? 691 ഉണ്ട്. അതെ അതെ, ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആണല്ലേ? മോൾക്ക് എത്രയാ റാങ്ക് ഉള്ള? എത്രയാ? എനിക്ക് 2009-28. മോൻ സ്കൂളിലൊക്കെ പഠിച്ച എവിടെയായിരുന്നു പഠിച്ചേ? സ്കൂളിംഗ് 11th and 12th ഞാൻ ചാവറ പബ്ലിക് സ്കൂളിലായിരുന്നു പാലയിൽ. 11th and 12th ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു ബ്രില്യന്റിന്റെ സ്കൂളിന്റെ കൂടെ തന്നെ. അപ്പൊ 2 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 2 വർഷം ബ്രില്യന്റിന്റെ കൂടെ ഒരു ജേർണി എങ്ങനെയാണ്? അതൊരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയണം. അവിടുത്തെ ഹോസ്റ്റൽ ലൈഫ് ആണെങ്കിലും ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യാനായാലും എല്ലാത്തിനും ഭയങ്കര റെഡി ആയിരുന്നു. ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. അവിടെയുള്ള ലൈബ്രറിയും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക? അതെ അതെ അതെ, ബുക്സ് ഒന്നും നമ്മൾ വേറെ മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. എങ്ങനെയായിരുന്നു ക്രിസിന്റെ ഒരു എൻട്രൻസ് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ എങ്ങനെയാ സെറ്റ് ചെയ്തിരുന്നത്? പഠിക്കാൻ അങ്ങനെ പ്രത്യേക സമയമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ക്ലിയർ കട്ട് പ്ലാൻ ഒന്നുമില്ല. സ്ലീപ്പ് ഷെഡ്യൂൾ മാത്രം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ ദിവസവും ഒരു 6 to 7 hours ഉറങ്ങണം എന്ന് മസ്റ്റ് ആയിരുന്നു. കാരണം ഇനിഷ്യലി ഞാൻ അത് ഒരു ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ അതെപ്പോഴും ഭയങ്കര പങ്ക്ച്വലായിട്ട് ഫോളോ ചെയ്യുന്നു. ബാക്കി സ്റ്റഡി ടൈമൊക്കെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് റിജിഡ് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ പറയാറില്ലേ, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമ്പോഴാ കുറച്ചും കൂടെ മനസ്സിലാവുക, അല്ലെങ്കിൽ രാത്രി പഠിക്കുമ്പോഴാ കുറച്ചും കൂടെ മനസ്സിലാവുക? ക്രിസിന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തു? എനിക്ക് പേഴ്സണലി രാത്രിയാണ് പ്രിഫർ ചെയ്യുന്നത്. രാവിലെ എണീറ്റാൽ എനിക്ക് അങ്ങനെ അത്ര ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് അല്ല, എനിക്ക് ഭയങ്കര ഉറക്കം വന്നു. രാത്രിയാണ് പഠിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടം അല്ലേ? അപ്പൊ ക്രിസിന്റെ MBBS എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് വരാൻ വീട്ടില് വേറെ ഡോക്ടേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മമ്മി ഒരു ഡോക്ടറാണ്. പിന്നെ എൻ്റെ ഓൺട്ട് ഒരു ഡോക്ടറാണ്. പിന്നെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലുള്ളൊരു ലെവൽ ഓഫ് റെസ്പെക്ട്, ഡിഗ്നിറ്റി അത് വേറൊരു ജോബിനും കിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ ജോലി നമ്മൾ മനുഷ്യന്മാരിലൂടെ ചെയ്യുന്നു എന്നുള്ളൊരു പദവിയാണല്ലോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി ഫീൽ ചെയ്തു. പിന്നെ ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. പിന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു ജോലി എനിക്ക് വേറെ തോന്നുന്നില്ല. ക്രിസിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? സബ്ജക്ട് ആക്ച്വലി എനിക്ക് ഫിസിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ട് ഫിസിക്സിനോട് ഇഷ്ടം തോന്നുന്നത്? ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തിയറി മഗപ്പ് ചെയ്യാൻ പൊതുവേ വലിയ ഇഷ്ടമല്ല. ഫിസിക്സ് ആകുമ്പോൾ നമുക്ക് ലോജിക് വെച്ച് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതാണല്ലോ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ്. അപ്പം എനിക്ക് അതാണ് ഇഷ്ടം. ക്രിസുവിന് നമ്മുടെ ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒരു റേഞ്ചിലോട്ട് ഇപ്പൊ 691 ഉണ്ട്, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ മാർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? അതെ അതെ, ആ ഒരു റേഞ്ചിലോട്ട് തന്നെയാണ് അവസാനമൊക്കെ ഇപ്പൊ കിട്ടാറ്. അപ്പോൾ നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ട്. അപ്പൊ എക്സാംസ് ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നോ? അല്ലെങ്കിൽ കാരണം അത് കാരണം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നീറ്റ് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടൈപ്പ് എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും ബ്രില്യന്റിന്റെ റെഗുലർ എക്സാംസ്. അതുപോലെ നമ്മൾ ഇനിയിപ്പോ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോടൊക്കെ എങ്ങനെ, എന്താ മോന് പറയാനുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്ന കുറച്ചും കൂടെ നല്ലതെന്നൊക്കെ ക്രിസിന് പറയാനുള്ളത് എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്നായിരുന്നു. ഒരു ടോപ്പിക്ക് ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നായിരുന്നു. എനിക്ക് പേഴ്സണലി അതിനോളം തോന്നുന്നത് ആദ്യം ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം അത് വായിച്ച് പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. ഒന്നും മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയം ആണെങ്കിൽ പോലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്താലാണ് ബെറ്റർ ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ എക്സാംസിലൊക്കെ. അപ്പോൾ ആദ്യം തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കുകയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസ് അധികം ചെയ്തില്ലെങ്കിൽ പോലും അത് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആക്കുക. പിന്നെ ഫൈനലി പോർഷൻസ് ഒക്കെ തീരുമ്പോൾ നമുക്ക് കുറേ എക്സാംസ് ഉണ്ടാവും. ആ ടൈമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഈ +1 +2 കൂടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടഫായിട്ട് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തോ, അതോ എളുപ്പമായിട്ട് പോകാൻ പറ്റിയോ? വലിയ കുഴപ്പമില്ല. പോർഷൻസ് ഒക്കെ ബേസിക്കലി സെയിം ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മാത്രമല്ല ഡിഫർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുന്നതും. മുൻ ഹോസ്റ്റലിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഹോസ്റ്റൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവിടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് വേണ്ടി പഠിക്കാനൊരു മോട്ടിവേഷനാണ്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ ഒപ്പീനിയനിൽ ഹോസ്റ്റൽ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ബ്രില്യന്റ് എക്സ്പീരിയൻസ് എങ്ങനെ, നന്നായി തന്നെ? അതെ അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.
സോ ക്രിസിന്റെ ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു +1 +2 കൂടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്തെന്നുള്ളതാണ് ക്രിസ് പറഞ്ഞു തന്നെ. അതുപോലെ ആളുടെ അമ്മയുണ്ട് കൂടെ. അപ്പൊ അമ്മയും ഒത്തിരി സന്തോഷത്തിലായിരിക്കും മോന്റെ ഈ മാർക്കിൽ അല്ലേ? +1 +2 കഴിയുമ്പോൾ തന്നെ ആ ഫസ്റ്റ് എക്സാമിന് തന്നെ ആൾക്ക് ഈ ഒരു മാർക്കിൽ കിട്ടും. മാമിന് എന്താ ഫീൽ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു മാർക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് സ്കോർ തന്നെ ആയിരുന്നോ? ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ദൈവാനുഗ്രഹം. എന്നാൽ ആ സമയത്ത് അത് കിട്ടണമല്ലോ. അപ്പൊ അതൊരു ദൈവാനുഗ്രഹം, സന്തോഷം. അപ്പൊ എന്താ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്യാൻ കോച്ചിങ്ങിന് ഇപ്പൊ +1 +2 കൂടെ? അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ മൊത്തത്തിൽ ഫേമസ് ആയിട്ടുള്ളത് ബ്രില്യൻ്റ് ആണെന്ന് അന്ന് തന്നെ അറിഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കുട്ടികൾ പലരും അവിടെ പോയിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ പ്രിഫർ ചെയ്തു. അപ്പൊ ആളെ ഹോസ്റ്റലിൽ നിർത്തുമ്പോ അത് ഭയങ്കര വിഷമമായിരുന്നു ഹോസ്റ്റലിൽ വിടാനായിട്ട്. നമ്മളങ്ങനെ അവനെ പിരിഞ്ഞിരുന്നിട്ടില്ല. അതുകൊണ്ടൊരു വിഷമമുണ്ടായിരുന്നു. അവനും ഹോം സിക്ക് ആയിരുന്നു തുടക്കത്തിലൊക്കെ. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അഡ്ജസ്റ്റ് ആയി. പിന്നെ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യത്തിലുള്ളൊരു ബുദ്ധിമുട്ട് അത് നമുക്കും ഉണ്ടായിരുന്നു, അവനും ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാ ആള്? അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ ഒരുവിധം അവൻ നമ്മളുടെ ഒരു പ്രഷറിന്റെ ആവശ്യമില്ല. അവൻ ആദ്യം മുതലേ ഒരുവിധം നന്നായൊക്കെ പോവുമായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ കൂടുതൽ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്ന കാണുമ്പോൾ ഒന്നുകൂടി എനർജറ്റിക് ആയ ആള് കുറച്ചുകൂടെ. ഈ ലാസ്റ്റ് 2 years ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്രിസിന്റെ ഫാമിലിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ക്രിസ് ആഗ്രഹിച്ച പോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്താൻ മോന് സാധിക്കട്ടെ. ഞങ്ങളുടെയും ബ്രില്യന്റിന്റെയും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.